സബ് അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ചാണ് പഠിച്ചത്. അതിന്റെ ഡെഫിനിഷൻസ്, ഫീച്ചേഴ്സ്, കൈൻഡ്സ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് ഭാഗങ്ങളും കൂടി ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ പഠിക്കാനായിട്ടുണ്ട്. അത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ടേം ഓർ ടെനർ ഓഫ് ദ ബില്ല്. ഒരു ബില്ലിന്റെ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ടേം എന്താണ് അല്ലെങ്കിൽ ടെനർ എന്താണെന്ന് പറയുന്നത്, നമ്മളൊരു ബില്ല് എഴുതി കഴിയുമ്പോഴും 3 months അല്ലെങ്കിൽ 1 year അല്ലെങ്കിൽ 6 months അങ്ങനെയുള്ള കാലയളവിലേക്കാണ് ഒരു ബില്ല് എഴുതുന്നത്. ആ കാലയളവിനെയാണ് നമ്മൾ ടേം ഓർ ടെനർ എന്ന് പറയുന്നത്. ടൈം ഫിക്സ്ഡ് ഫോർ ദ പേയ്മെന്റ് ഓഫ് ദി എമൗണ്ട് മെൻഷൻഡ് ഇൻ ദ ബിൽ ഈസ് കോൾഡ് ദി ടെനർ ഓഫ് ദ ബിൽ ഓർ ടേം ഓഫ് ദ ബില്ല്. എന്താണ് ആ പേയ്മെന്റ് കൊടുക്കാവുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈം പീരീഡിനെയാണ് നമ്മൾ ടേം ഓർ ടെനർ എന്ന് പറയുന്നത്. ആ ടൈം പീരീഡിനെയാണ്, പേയ്മെന്റ് കൊടുക്കാനുള്ള ആ ടൈം പീരീഡിനെ നമ്മൾ എന്ത് പറയുന്നു, ടേം അല്ലെങ്കിൽ ടെനർ എന്ന് പറയുന്നു. ടൈം ഫിക്സ്ഡ് ഫോർ ദ പേയ്മെന്റ് ഓഫ് ദ എമൗണ്ട് മെൻഷൻഡ് ഇൻ ദ ബിൽ ഈസ് കോൾഡ് ദി ടെനർ ഓഫ് ദ ബിൽ ഓർ ടേം ഓഫ് ദ ബിൽ. മെച്യൂരിറ്റി ഡേറ്റ് ഓർ ഡ്യൂ ഡേറ്റ്. എന്താണ് മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് എന്ന് നോക്കാം. ഒരു ബില്ല് നമ്മൾ ഇന്ന് എഴുതി, അതായത് 16/9/2024 നമ്മളൊരു ബില്ല് എഴുതി കഴിഞ്ഞാൽ 1 വർഷ കാലയളവാണെങ്കിൽ അത് നമ്മളുടെ ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് 15/9/2025 15/9/2025 15/9/2025 എന്ന ഡേറ്റ് ഉണ്ടല്ലോ, അതാണ് മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. The date on which a bill falls due for payment or the date on which the term of the bill expires is called maturity date or due date of the bill. ഒരു ഇത് എന്നാണ് ഡ്യൂ ആവുന്നത് അല്ലെങ്കിൽ അത് എക്സ്പയർ ആവുന്നത്, ആ ഡേറ്റിനെയാണ് നമ്മൾ മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. For the bills drawn and made payable certain months after date, the period counted from the date of the bill. അതായത് ഒരു ആഫ്റ്റർ ഡേറ്റ്, അതായത് 2 രീതിയിൽ നമുക്ക് പറയാം. ആഫ്റ്റർ സൈറ്റ് എന്നും പറയും, ആഫ്റ്റർ ഡേറ്റ് എന്നും പറയും. പേയബിൾ ചെയ്യുന്ന 2 രീതിയിലാണ്. ഒന്നുകിൽ ആ ഡേറ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ സൈറ്റ് എന്ന് പറയും. അപ്പൊ നമ്മൾ ആഫ്റ്റർ ഡേറ്റ് എന്ന് പറയുന്നത് ആ ഡേറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോ 1/9/2024 ഈ ബില്ല് നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത്. ഈ ഡേറ്റ് ആണ് നമ്മൾ എഴുതിയ ഡേറ്റ്, മേക്കർ ക്രെഡിറ്റർ എഴുതിയ ഡേറ്റ്. അതേ സ്ഥാനത്ത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ വൈ ഈ ഡേറ്റിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നമ്മളിത് കൊടുത്തു കഴിയുമ്പോൾ വൈ പറയുന്നു, ഒന്ന് ആലോചിക്കട്ടെ, എനിക്ക് അന്നത്തെ ഡേറ്റ് തരാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് വൈ ഇത് കയ്യിൽ കുറച്ച് ദിവസം പിടിച്ചിട്ട് 10/9/2024 ആളെ ആക്സെപ്റ്റ് ചെയ്യുന്ന വിചാരിക്കാം. അപ്പൊ 10/9/2024 ആക്സെപ്റ്റഡ് ഡേറ്റ്, ആക്സെപ്റ്റൻസിന്റെ ഡേറ്റ് എന്നാണ് 10/9/2024. അപ്പൊ ഇതാണ് മേക്കറുടെ ഡേറ്റ്, മേക്ക് ചെയ്ത ഡേറ്റ് എങ്കിൽ. ആക്സെപ്റ്റ് ചെയ്ത ഡേറ്റ് എന്നാണ് ഇവിടെ ഒരു 10/9/2024 ആണെങ്കിൽ ആ 10/9/2024 ആക്സെപ്റ്റഡ് ഡേറ്റ്. ഓക്കെ, ഇനി ഞാൻ ഇതൊന്നും കൂടെ പറഞ്ഞുതരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഫോർ ദ ബിൽസ് ഡ്രോൺ ആൻഡ് മെയ്ഡ് പേയബിൾ സെർട്ടൻ മന്ത്സ് ആഫ്റ്റർ ഡേറ്റ്, ദ പീരീഡ് കൗണ്ടഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ബിൽ. ഈ ഡേറ്റ് ഓഫ് ദ ബിൽ ആഫ്റ്റർ, അതായത് നമ്മളൊരു ബില്ല് ഡ്രോ ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സെർട്ടൻ ഡേറ്റിൽ നമ്മൾ കൊടുക്കാന്ന് പറയുമല്ലോ, ആ ഡേറ്റ് എന്ന് പറയുന്നത് എന്താ കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ദ ബിൽ. ഡേറ്റ് ഓഫ് ദ ബിൽ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മേക്കർ ക്രെഡിറ്റർ ഉണ്ടാക്കിയപ്പോൾ ആ ഫസ്റ്റ് എഴുതിയ 1/9/2024 ഞാൻ പറഞ്ഞില്ല, ആ ഡേറ്റ് ആണ് ഡേറ്റ് ഓഫ് ദ ബിൽ എന്ന് പറയുന്നത്. അതാണ് ആഫ്റ്റർ ഡേറ്റ് എന്ന് പറയുന്നത്. For the bills drawn and made payable certain month after sight, the period counted from the date of acceptance. After sight എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ acceptance ഉണ്ടല്ലോ, acceptanceന്റെ ഡേറ്റ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ 10/9/2024 ആളെ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ ആക്സെപ്റ്റ് ചെയ്ത ഡേറ്റ് ആണ് ആഫ്റ്റർ സൈറ്റ് എന്ന് പറയുന്നത്. എന്താണ് ആക്സെപ്റ്റ് ചെയ്ത ഡേറ്റ് പ്രകാരമുള്ള മാസം. നമ്മൾ 3 മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10/9/2024 തുടങ്ങി 3 മാസമാണ് ആഫ്റ്റർ സൈറ്റ് എന്ന് പറയുമ്പോൾ. അതേ സ്ഥാനത്ത് ആഫ്റ്റർ ഡേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് 1/9/2024 മുതൽ 3 months ആണ്. അപ്പൊ അതങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഫോർ ദ ബിൽസ് ഡ്രോൺ ആൻഡ് മെയ്ഡ് പേയബിൾ സെർട്ടൻ മന്ത്സ് ആഫ്റ്റർ ഡേറ്റ്, ദ പീരിയഡ് കൗണ്ടഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ബിൽ. For the bills drawn and made payable certain month after sight, the period counted from the date of acceptance. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രേസ് ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞ 3 days ഒക്കെ ഇതിൽ കൂടെ ആഡ് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഇനി എന്താണ് ഡേയ്സ് ഓഫ് ഗ്രേസ് ആൻഡ് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി എന്ന് നോക്കാം. ഡേയ്സ് ഓഫ് ഗ്രേസ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി എന്താണെന്ന് നോക്കാം.
In calculating the due date of the bill, it is customary to add 3 days to the started time of the bill. These additional 3 days are called grace of days. അതായത് നമ്മളൊരു മെച്യൂരിറ്റി ഡേറ്റ് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ബില്ലിലാണെങ്കിൽ 1 ഇയർ കഴിഞ്ഞിട്ടാണ്. അപ്പൊ 1/9/2024 ഉണ്ടാക്കിയ ഒരു ബില്ലാണെങ്കിൽ അതിന്റെ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് 31/8/2024 അതിന്റെ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് വിചാരിക്കുക. അത് പ്ലസ് 3 ഡേയ്സും കൂടെ 1/9/2024 ഉണ്ടാക്കി 31/8/2025 അതിന്റെ മെച്യൂരിറ്റി ഡേറ്റ്. അപ്പൊ 31/8/2025 തന്നെ ആള് ചെയ്യണമെന്നില്ല. 1, 2, 3 3/9/2025 അയാൾ പേ ചെയ്താൽ 3 ഡേയ്സ് ആൾക്ക് എക്സ്ട്രാ കിട്ടും. അങ്ങനെ കിട്ടുന്ന എക്സ്ട്രാ 3 ഡേയ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്. ആ ഡേയ്സ് ഓഫ് ഗ്രേസ് കഴിഞ്ഞുള്ള ദിവസം മാത്രമേ എന്തെങ്കിലും നമുക്ക് കേസ് കൊടുക്കുക എന്തെങ്കിലും ലീഗലൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീർത്തിയിട്ടില്ലെങ്കിൽ മാത്രം. അതുവരെയുള്ള ടൈമിൽ നമ്മൾ ലീഗൽ ആക്ഷൻ ഒന്നും പോകാൻ പറ്റില്ല. 3 ഡേയ്സ് അവർക്ക് കിട്ടുന്ന എക്സ്ട്രാ ഡേയ്സ്, എന്താ പറയാ, അവർക്ക് പ്രിവിലേജ് ആയിട്ട് കിട്ടുന്ന എക്സ്ട്രാ ഡേയ്സ് തന്നെയാണ് ഇതില്. ഡേയ്സ് ഓഫ് ഗ്രേസ് ആൻഡ് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. In calculating the due date of the bill, it is customary to add 3 days to started time of the bill. These additional 3 days are called grace of days. ഇനി ഉദാഹരണം ഉണ്ടാ, അതായത് ഒരു പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ, നേരത്തെ തന്നെ നമുക്കറിയാവുന്ന ഒരു ഹോളിഡേ ആണെങ്കിൽ അതിന്റെ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് അതിന്റെ എന്താ പറയുക പ്രീവിയസ് ഡേ ആയിരിക്കും, പ്രീവിയസ് വർക്കിംഗ് ഡേ ആയിരിക്കും മെച്യൂരിറ്റി ഡേറ്റ്. അതേ സ്ഥാനത്ത് ഒരു എമർജൻസി ആയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു അവധി പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ ആ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് സക്സീഡിംഗ് വർക്കിംഗ് ഡേ ആയിരിക്കും. വർക്കിംഗ് ഡേ തന്നെ ആയിരിക്കും പ്രീവിയസ്. അതിപ്പോ സൺഡേ, നേരത്തെ തന്നെ അറിയാം നമ്മൾ പറഞ്ഞിരിക്കുന്ന മെച്യൂരിറ്റി ഡേറ്റ് സൺഡേ ആണ്. അതെങ്കിലും ഇപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, അങ്ങനെയൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ ആ ഡേയ്സ് എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ആയിരിക്കും അതിന്റെ മെച്യൂരിറ്റി ഡേറ്റ്. 15/8/2019 മെച്യൂരിറ്റി ഡേറ്റ് എങ്കിൽ നമ്മൾ അത് 14/8/2019 കണക്കാക്കും. പ്ലസ് 3 ഡേയ്സ് അത് കൊടുക്കും. 14/8/2019 കൂടിയാണ് 3 ഡേയ്സ് ഓഫ് ഗ്രേസ് ആയിട്ട് കൊടുക്കുക. അല്ലാതെ 15/8/2019 ഒപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ പെട്ടെന്നുള്ളൊരു അവധിയാണെങ്കിൽ, ആ പബ്ലിക് ഹോളിഡേ പെട്ടെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന ഒരു അവധിയാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 16/8/2019 ആയിരുന്നു നമ്മളൊരു എന്താ പറയാ മെച്യൂരിറ്റി ഡേറ്റ്. 16/8/2019 ഒരു എന്തെങ്കിലും ഒരു നാഷണൽ കലാമിറ്റി എന്തെങ്കിലും വന്ന് പബ്ലിക് ഹോളിഡേ പ്രഖ്യാപിച്ചു. അങ്ങനെ വരികയാണെങ്കിൽ 16/8/2019 എന്ന് പറയുന്നത് അന്നല്ല, അതിന്റെ എന്താ പറയാ ഡ്യൂ ഡേറ്റ് എന്നത് 17/8/2019 ആയിരിക്കും. 17/8/2019 തുടങ്ങി 3 ഡേയ്സ് ആയിരിക്കും ഗ്രേസ് ഓഫ് ഡേയ്സ് കിട്ടുന്നത്. ഓക്കെ. The bills may give rise to 3 situations: on demand or site. This is payable immediately on presentation for payment. അതായത് ഡിമാൻഡ് ഓർ സൈറ്റ് ബിൽ ആണെങ്കിൽ, സൈറ്റ് ബിൽ അല്ലെങ്കിൽ ഡിമാൻഡ് ബിൽ ആണെങ്കിൽ പേ ചെയ്യുന്നത് എപ്പോഴാണ് പേയ്മെന്റ് ആള് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ പേയ്മെന്റ് നൽകണം. ഓൺ ഡിമാൻഡ് ഓർ സൈറ്റ് ബിൽ ആണെങ്കിൽ ദിസ് ഈസ് പേയബിൾ ഇമ്മീഡിയറ്റ്ലി ഓൺ പ്രസന്റേഷൻ ഫോർ പേയ്മെന്റ്. ആഫ്റ്റർ ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആഫ്റ്റർ ഡേറ്റ് എന്താണെന്നും ആഫ്റ്റർ സൈറ്റ് എന്താണെന്നും നമ്മൾ പറഞ്ഞു. ദിസ് കൈൻഡ് ഓഫ് ബിൽ ദ പീരീഡ് കൗണ്ടഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ബില്ല്, ഡേറ്റ് ഓഫ് ദ ബില്ല് വെച്ചിട്ടാണ് അത് കൗണ്ട് ചെയ്യുന്നത്. ആഫ്റ്റർ സൈറ്റ് ആണെങ്കിൽ ദ പീരീഡ് ഇസ് കൗണ്ടഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് ആക്സെപ്റ്റൻസ്, ഡേറ്റ് ഓഫ് ആക്സെപ്റ്റൻസ് വെച്ചിട്ടാണ് അതിന്റെ പീരീഡ് നമ്മൾ കണക്കാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് അങ്ങനെ 3 തരം സിറ്റുവേഷൻ ആണുള്ളത്. ഒന്ന് എന്താണ്, ഡിമാൻഡ് ബില്ല്, അല്ലെങ്കിൽ ആഫ്റ്റർ ഡേറ്റ് ബില്ല്, അല്ലെങ്കിൽ ആഫ്റ്റർ സൈറ്റ് ബില്ല്. ഡിസ്കൗണ്ടിങ് ഓഫ് ദ ബില്ല്, അടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ദ ബില്ല്. എന്താണ് ഡിസ്കൗണ്ടിങ് ഓഫ് ദ ബില്ല് എന്ന് പറഞ്ഞാല് നമ്മൾ കാര്യം മനസ്സിലാക്കാം. നമ്മുടെ ഡേറ്റിന് ബില്ല്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഫ്രണ്ട് അനിലും കൂടെ ഞങ്ങളൊരു ബില്ല് റെഡിയാക്കി. അതായത് ഞാൻ അനിലിന് 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അപ്പൊ അനിൽ ക്രെഡിറ്ററും ഞാൻ ഡെപ്റ്ററുമാണ്. അപ്പൊ അനിൽ എന്ത് ചെയ്ത് ഒരു ബില്ല് റെഡിയാക്കാണ്. അനിൽ ബില്ല് റെഡിയാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, എനിക്ക് തന്നു.
അങ്ങനെ ഇത് വന്നു കഴിഞ്ഞ് ആ ബില്ലൊക്കെ റെഡിയാക്കി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഞാൻ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അടുത്ത വർഷം ഞാൻ കൊടുത്താൽ മതി. ഒരു വർഷത്തെ കാലയളവുണ്ട്. പക്ഷെ അനിലിന് എന്താണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അനിലിന്റെ കയ്യിൽ അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അനിലാണ് എന്റെ ഹോൾഡർ. അനിലിന് പക്ഷേ ഈ ഒരു വർഷ കാലയളവെന്ന് അന്ന് എന്നോട് പറഞ്ഞെങ്കിൽ കൂടി പെട്ടെന്നൊരു ആവശ്യം വന്നു. പെട്ടെന്നൊരു ആവശ്യം വന്നപ്പോ എന്റെ കയ്യിൽ കാശില്ല. ഞാനെങ്കിൽ ബില്ലിൽ എഴുതിയിട്ടുണ്ട് 1 വർഷം കഴിഞ്ഞിട്ട് തരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അനിൽ ഇത് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ഇന്ന ഡേറ്റിലേക്ക് ഇട്ടു, ആ ഡേറ്റിൽ തരാം എന്നുള്ള കണ്ടീഷനിന്മേൽ ബില്ല് എന്ത് ചെയ്യും, ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യും. അപ്പൊ 1 ലക്ഷത്തിന്റെ ബില്ലാണെങ്കിൽ ബാങ്ക് ചാർജ് ഒക്കെ കണക്കാക്കി ചിലപ്പോൾ അതിനൊരു 5000 രൂപയൊക്കെ ആളുടെ ബാങ്കിന്റെ ഡിസ്കൗണ്ട് ഒക്കെ ആയിട്ട് എടുത്ത് അതെന്ത് ചെയ്യാം, 95,000 രൂപ അല്ലെങ്കിൽ കൊടുക്കും. ഇതാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. If the holder of a bill of exchange is need of money before due date of bill, he can sell the bill to his bank. Usually bank make payment after deducting certain amount of the bills. If the holder of a bill of exchange is need of money before due date of bill, he can sell the bills to his bank. Usually bank make payment after deducting certain amount of the bills. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. അപ്പൊ അതിനൊരു എമൗണ്ട് ബാങ്ക് എടുക്കും. ദിസ് പ്രോസസ് ഓഫ് സെല്ലിംഗ് ദ ബിൽ ബിഫോർ മെച്യൂരിറ്റി അറ്റ് ദ ഡിസ്കൗണ്ട് ഇസ് കോൾഡ് ദി ഡിസ്കൗണ്ടിങ് ഓഫ് ദ ബില്ല്. ഇങ്ങനെ ഡിസ്കൗണ്ട് ചെയ്ത് ബില്ല് കൊടുക്കുന്നതിനാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് ഓഫ് ദ ബില്ല് എന്ന് പറയുന്ന ഈ പ്രോസസ്സിനെയാണ്. ബാങ്ക് അതിൽ നിന്നൊരു ചെറിയൊരു പേയ്മെന്റ് എടുക്കും. ഡ്യൂ ഡേറ്റിന് മുമ്പ് നമ്മൾ ബാങ്കിൽ നിന്ന് പൈസ ബില്ല് വെച്ച് വാങ്ങിക്കുന്നതിനാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല് എന്ന് പറയുന്നത്. അതിനൊരു എമൗണ്ട് ബാങ്ക് എടുക്കും. ഇൻ ദ കേസ് ഓഫ് ഡിസ്കൗണ്ട്സ്, the bank will have the amount of bill after deducting discount immediately. But in the case of bill sent for collection, the bank will give credit to the customer's account only after collecting the amount. In this case, bank charges and service charge applicable. അതായത് ബാങ്ക് എന്ത് ചെയ്യും, ഫസ്റ്റ് തന്നെ ഡിസ്കൗണ്ട് ചെയ്യുമ്പോ മുഴുവൻ കാശ് ഇല്ല, 95,000 രൂപ കൊടുക്കുള്ളൂ ബാങ്ക്. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് ഇത് കഴിഞ്ഞ് കളക്ഷൻ ഒക്കെ പോയി കഴിഞ്ഞ് ബാങ്ക് ഇതിന്റെ ഡിസ്കൗണ്ടിങ് ഡേറ്റിൽ ഇത് കളക്ഷന് പോയിട്ട്, അതായത് ഇപ്പൊ അനിൽ കൊണ്ട് SBI കൊടുത്തിരിക്കുകയാണ്. SBI എന്ത് ഡ്യൂ ഡേറ്റിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അപ്പൊ ഞാൻ 1 ലക്ഷം രൂപയാണ് കൊടുക്കും. ആ 1 ലക്ഷം രൂപ മുഴുവനായിട്ട് ബാങ്ക് എടുക്കും. അതാണ് ബാങ്കിന്റെ സർവീസ് ചാർജ് ആയിട്ട് തന്നെ അത് ബാങ്ക് എടുക്കും. ഡെപ്പോസിറ്റിംഗ് ദ ബിൽ വിത്ത് ബാങ്ക് ഫോർ കളക്ഷൻ. ഡെപ്പോസിറ്റിംഗ് ദ ബിൽ വിത്ത് ബാങ്ക് ഫോർ കളക്ഷൻ. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഡിസ്കൗണ്ടിങ് ദ ബില്ല്. ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു അത്യാവശ്യം നമ്മളെ കയ്യിലൊരു ബില്ലുണ്ട്. ആ ബില്ല് നമുക്ക് പെട്ടെന്ന്, അപ്പൊ ഞാൻ എഴുതിയ എന്റെ ഒരു ബില്ല് ഞാൻ തന്നെയാണ് അതിന്റെ ഹോൾഡർ, ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആ ബില്ലിന് എനിക്ക് പെട്ടെന്ന് പൈസ അത്യാവശ്യം വന്നു. പക്ഷെ ഞാൻ കടം കൊടുത്ത വ്യക്തി എന്താണ്, ആ കടം കൊടുത്ത വ്യക്തിക്ക് ഇപ്പൊ തരാൻ പറ്റില്ല, ബില്ലിന്റെ ഡേറ്റിൽ തന്നെ തരാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനത് ബാങ്കിൽ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ബാങ്ക് ഒരു ഡിസ്കൗണ്ട് എടുത്തതിന് ശേഷം, ഒരു എമൗണ്ട് ഡിസ്കൗണ്ട് ആയിട്ട് എടുത്തതിന് ശേഷം ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് ഒരു എമൗണ്ട് എനിക്ക് തരും. അതിനെയാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ദി ബിൽ എന്ന് പറയുന്നത്. എന്നാൽ ഡെപ്പോസിറ്റിംഗ് ദ ബിൽ വിത്ത് ബാങ്ക് ഫോർ കളക്ഷൻ എന്ന് പറഞ്ഞാൽ കളക്ഷന് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യണം. കളക്ഷന് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 2 വിധത്തിലാണ്. അത് ഹോൾഡറിന് എന്റെ കയ്യിൽ ഇത് നേരത്തെ തന്നെ വെക്കേണ്ട എന്ന് വെച്ച് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ ചിലപ്പോൾ കുറച്ച് ഡേറ്റ് മുന്നിൽ തന്നെ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കും. അപ്പൊ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചെന്ന് വെച്ചാലും ആ ഡേറ്റിൽ തന്നെ കളക്ഷൻ പോകുള്ളൂ. ഇപ്പൊ നമ്മൾ നേരത്തെ ചെക്ക് കൊണ്ട് കൊടുത്താലും കളക്ഷൻ പോകും, ചെക്ക് കളക്ഷന്റെ ഡേറ്റിലല്ല. അതേപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഡേറ്റിന്റെ അന്ന് തന്നെ ഇത് കളക്ഷന് പോകുള്ളൂ. പക്ഷെ കളക്ഷനായിട്ട് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യും ബാങ്കിൽ. അത് എന്നാണ് ചെയ്തതെന്നല്ല, ഡ്യൂ ഡേറ്റിൽ മാത്രമേ അത് കളക്ഷന് പോകുകയുള്ളൂ. ഇൻ സർട്ടൻ കേസസ് ദ ഹോൾഡർ ഓഫ് ദ ബിൽ മേ ഫീൽ ഇറ്റ് convenient to deposit the bill with his bank. In such cases, the bank collects the amount from the acceptor on the due date and credits the same to the holder's account. And then in certain cases, the holder of the bill may feel it convenient to deposit the bill with his bank. In such cases, the bank collects the amount from acceptor on the due date and credits same to the holder's account. എന്താണ്, അങ്ങനെ നമ്മളിത് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് എന്താ ചെയ്യും, ആ ഡ്യൂ ഡേറ്റിൽ തന്നെ കളക്ഷന് പോയിട്ട് ഹോൾഡറിന്റെ അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ഡെപ്പോസിറ്റിംഗ് ദ ബാങ്ക് ഫോർ കളക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് റിന്യൂവൽ ഓഫ് ബില്ല്. എന്താണ് റിന്യൂവൽ ഓഫ് ബില്ല്? ബില്ലുകൾ റിന്യൂ ചെയ്യേണ്ട എങ്ങനെ നോക്കാം. ഇൻ സർട്ടൻ കേസസ് the acceptor of the bills may fail to honor the bill on the due date. In such cases, the acceptor may, with the consent of the holder, give acceptance for a new bill on the place of old bill. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം,
ഞാൻ അനിൽ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്താണ് അയാളുടെ കയ്യിൽ നിന്ന് 1,00,000 രൂപ വാങ്ങി, അതിന് നമ്മളൊരു ബില്ലൊക്കെ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ആളുടെ കയ്യിൽ ബില്ലൊക്കെ ഉണ്ട്. പക്ഷെ ആ പറഞ്ഞ ഡേറ്റിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അതിൽ രണ്ട് രീതിയുണ്ട്. എനിക്കെതിരെ കേസ് കൊടുക്കാം. പക്ഷെ ആൾക്കറിയാം ഈ ലീഗൽ പ്രൊസീജിയറിനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെയും വൈകും. അപ്പൊ ഞാൻ ആളോട് പറയണം, ഒരു 3 മാസ കാലയളവും കൂടി എനിക്ക് തരണമെങ്കിൽ ഞാൻ തരാം. ഞാൻ വിചാരിച്ച ഫണ്ട് എനിക്ക് വന്നിട്ടില്ല, ഒരു 3 മന്ത്സും കൂടെ കഴിയുകയാണെങ്കിൽ എനിക്ക് അത് കിട്ടും എന്ന് പറയുമ്പോൾ ആളെന്താ ചെയ്യുന്നത് വെച്ചാല് ഈ ബില്ലിനെ ഒന്ന് റിന്യൂ ചെയ്യും. ഈ ബില്ലിനൊന്ന് റിന്യൂ ചെയ്ത് പുതിയ ബില്ലാക്കി മാറ്റും. അതിനെയാണ് റിന്യൂവൽ ഓഫ് എ ബിൽ എന്ന് പറയുന്നത്. റിന്യൂ ചെയ്യുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അത്രയും ഇൻട്രസ്റ്റ് ഒക്കെ ഞാൻ കൊടുക്കണം. അനിലിന് ഞാൻ കൊടുക്കണം. ഞാൻ ഡെക്ടറാണ്, ഞാൻ കടക്കാരനാണ്. ഞാൻ എന്താണ് അനിലിന് അതിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ആ എമൗണ്ടിന് അനിൽ അതൊന്നും കൂടെ എന്താ പറയുക റിന്യൂ ചെയ്ത് കൊടുക്കും. ഇൻ സർട്ടൻ കേസസ് ദ acceptor of the bills may fail to honor the bill of the due date. In such cases, the acceptor may, with the consent of the holder, give acceptance for a new bill on the place of old bill. അതായത് ആക്സെപ്റ്റർക്ക് ആ ബില്ല് ഓണർ ചെയ്യാൻ പറ്റാത്തൊരു കേസ് വരികയാണെങ്കിൽ ആക്സെപ്റ്റർ ആരോട് പറയാണ്? ഹോൾഡറോട് പറയണം. ഹോൾഡർ ചിലപ്പോ ക്രെഡിറ്റ് തന്നെ ആവണമെന്നില്ല, വേറെ ആരെങ്കിലും ആവും, നമുക്കറിയാലോ, ബാങ്ക് ആവും. അപ്പൊ നമ്മളത് പറയണം, എനിക്കിപ്പോ തരാൻ പറ്റില്ല. ഇത് വരുമ്പോ ഹോൾഡറുടെ കൺസെന്റോട് കൂടി അതൊന്നും കൂടെ റിന്യൂ ചെയ്യും. ദിസ് പ്രോസസ് ഓഫ് റീപ്ലേസിംഗ് എ ന്യൂ ബിൽ ഫോർ ദ ഓൾഡ് ഈസ് കോൾഡ് റിന്യൂവൽ ഓഫ് ദ ബിൽ. ഓൾഡ് ബില്ലിനെ മാറ്റി പുതിയ ബില്ല് റീപ്ലേസ് ചെയ്യുന്നതിനാണ് റിന്യൂവൽ ഓഫ് ദ ബിൽ എന്ന് പറയുന്നത്. എന്താണ്? ഓൾഡ് ബില്ലിനെ മാറ്റി പുതിയ ബില്ല് റീപ്ലേസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിന്യൂവൽ ഓഫ് ദ ബിൽ എന്ന് പറയുന്നത്. A bill is renewed when the holder of the bill requests an extension of time to pay the bill and the old bill is cancelled in favor of a new bill with new terms. This process is also known as the renewal of bill of exchange. എന്താണ്? ഒരു ബില്ല് റിന്യൂ ചെയ്യുന്നു, പഴയ ഒരു ബില്ലിന് പകരം അവർക്ക് ഡ്യൂ ഡേറ്റിൽ പൈസ തരാൻ പറ്റാത്ത കേസ് വരുമ്പോൾ നമ്മളൊരു എക്സ്റ്റൻഷൻ വാങ്ങിച്ചുകൊണ്ട് പുതിയ ബില്ല് ഉണ്ടാക്കുന്നതിനാണ് റിന്യൂവൽ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. In such cases, drawee may agree to pay interest for the extended period of the drawer. എന്താണ് ഇവിടെ ഡ്രോയി പറയണേ? ഇത്രയും പീരീഡിലെ ഇൻട്രസ്റ്റും കൂടി ഞാൻ തരാമെന്ന് ഡ്രോയി പറയും. കാരണം കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കണ്ട, അത്രയും നാളത്തെ ഇൻട്രസ്റ്റും കൂടെ തരാമെന്ന് ഡ്രോയി സമ്മതിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ എക്സ്റ്റെൻഡഡ് പീരീഡിൽ എന്തുകൊണ്ടാണ് ഡ്രോയി സമ്മതിക്കുന്നത്? ഡ്രോയിയുടെ കുഴപ്പമാണ്. ഡ്രോയിക്കാണ് കൊടുക്കാൻ പറ്റാത്തത്. ഡ്രോയിക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട്, ആ ഫണ്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് റിന്യൂ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഡ്രോയി അല്ലേ അവിടെ അതിന്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഡ്രോയി പറയാണ്, ഞാൻ ഇൻട്രസ്റ്റ് തരാം. The amount of interest is an expense to the drawee and income to the drawer. ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഡ്രോയിനെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസും ആർക്കാണ്? ഡ്രോയറെ സംബന്ധിച്ച് അതൊരു ഇൻകവുമാണ്. The amount of interest is an expense to the drawee and income to the drawer. Retiring the bill. Retiring the bill എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേത് റിന്യൂ ചെയ്തത്, ഇത് റിട്ടയർ നിർത്തി ചെയ്യണം. അതായത് ഇപ്പൊ നമ്മളൊരു ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, 31/8/2025 നമ്മളുടെ ബില്ല് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ എന്റെ കയ്യില് ഫണ്ട് കൂടുതൽ വന്നപ്പോ എനിക്ക് അനിലിന് നേരത്തെ കൊടുക്കാൻ പറ്റി. അപ്പൊ ഞാൻ പറയാണ്, ഞാൻ 31/12/2024 തന്നെ ഫണ്ട് തരാമെന്ന് പറയണം. അപ്പൊ അതിനെയാണ് നമ്മൾ റിട്ടയറിംഗ് എന്ന് പറയുന്നത്. നേരത്തെ ചെയ്യുന്നതിനാണ് റിട്ടയറിംഗ് ഓഫ് ദ ബിൽ എന്ന് പറയുന്നത്. അങ്ങനെ റിട്ടയർ ചെയ്യുമ്പോൾ മെച്യൂരിറ്റി ഡേറ്റിനേക്കാൾ മുമ്പ് കൊടുക്കുന്നത് കൊണ്ട് ഒരു എന്താണ് അതിലൊരു ആനുകൂല്യം എനിക്ക് തരും. എന്താണ്? നേരത്തെ കിട്ടല്ലേ, അപ്പൊ നേരത്തെ ആൾക്ക് ഫണ്ട് കിട്ടണം സന്തോഷം കൊണ്ട് ആളൊരു ആനുകൂല്യം തരും. അതിന് നമ്മൾക്ക് പറയുന്നത് റിബേറ്റ് എന്നാണ് പറയുന്നത്. ഹോൾഡർ തരുന്ന ആ ആനുകൂല്യത്തിന് പറയുന്ന പേര് റിബേറ്റ് എന്നാണ്. In certain cases, the acceptor of the bill may have sufficient fund to pay the amount of the bill before its maturity date. ചില കേസുകളിൽ മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് എന്താണ് ആക്സെപ്റ്റർക്ക് ആളുടെ സഫീഷ്യന്റ് ഫണ്ട് ഉണ്ടാവും. അപ്പൊ ആ ബില്ല് അതിന് മുമ്പ് നൽകുന്നതിനാണ് എന്ത് പറയുന്നത്? റിട്ടയറിംഗ് ഓഫ് ദ ബിൽ എന്ന് പറയുന്നത്. In such cases, acceptor with the consent of the holder makes a payment of the bill usually at rebate. അങ്ങനത്തെ സമയത്ത് ഹോൾഡർ ആക്സെപ്റ്റർക്ക് കൊടുക്കുന്ന ഒരു പേയ്മെന്റിനെയാണ് നമ്മൾ റിബേറ്റ് എന്ന് പറയുന്നത്. The drawer or the holder may agree to prepayment. This is called the retirement of the bill of exchange. In order to encourage the drawer to pay the bill before the maturity date, the drawer gives him discount. This discount is known as rebate on the bills. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഒന്നും കൂടെ സംഗ്രഹിച്ച് പറഞ്ഞെന്നുള്ളൂ. പ്രീപേയ്മെന്റ്, നേരത്തെ പേയ്മെന്റ് ഡ്രോയർ നൽകുന്നതിനെയാണ് നമ്മൾ റിട്ടയർമെന്റ് ഓഫ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതിനെന്ത് ഡ്രോയർ എൻകറേജ്, അതിനൊരു
ചെയ്തതിന് ഒരു എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക. ആ ഡിസ്കൗണ്ടിനെയാണ് റിബേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ വാക്കുകളൊക്കെ കറക്റ്റ് തന്നെയായിരിക്കും. റിബേറ്റ് എന്ന് തന്നെ പറയണം, ഡിസ്കൗണ്ട് എന്നല്ല പറയേണ്ടത്, റിബേറ്റ് എന്ന് തന്നെ പറയണം കേട്ടോ. ദിസ് ഡിസ്കൗണ്ട് ഈസ് നോൺ ആസ് റിബേറ്റ് ഓൺ ബിൽസ്. Such a premature discharge of bill is called retiring of the bill. Such a rebate is an income to the drawee. ഇവിടെ എന്താണ് റിബേറ്റ് എന്ന് പറയുന്നത്? ഡ്രോയിയുടെ ഇൻകവും ഡ്രോയറെ സംബന്ധിച്ച് അതൊരു എക്സ്പെൻസുമാണ്. റിബേറ്റ് ഡ്രോയിക്ക് ഇൻകവും ഡ്രോയറെ സംബന്ധിച്ച് അതൊരു എക്സ്പെൻസുമാണ്. ഓണറിങ് ദ ബില്ല്. ഓണറിങ് ദ ബില്ല് എന്ന് വെച്ചാൽ ബില്ല് നമ്മൾ കറക്റ്റ് ഡേറ്റില് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഓണേഡ് എന്ന് പറയും. വെൻ എമൗണ്ട് ഓഫ് ദ ബിൽ ഇസ് പെയ്ഡ് ദ ബിൽ ഇസ് സെഡ് ടു ഹാവ് ബീൻ ഓണേഡ്. ആ കറക്റ്റ് ഡേറ്റിൽ തന്നെ അത് ബില്ല് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ബില്ല് ഓണേഡ് എന്ന് പറയും. ഡിസോണറിങ് ദ ബില്ല് എന്താണ്? ഡിസോണറിങ് ദ ബില്ല്. ബില്ല് ഡിസോണർ ആവണം എപ്പോഴെന്ന് വെച്ചാൽ എ ബിൽ മേ ബി ഡിസോണർഡ് ഇൻ 2 ways. 2 സാഹചര്യങ്ങളിലാണ് ബില്ല് ഡിസോണർ ആവുന്നത്. ബൈ നോൺ ആക്സെപ്റ്റൻസ്. നോൺ ആക്സെപ്റ്റൻസ് അതായത് അത് സെക്ഷൻ 91 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടും ബൈ നോൺ പേയ്മെന്റ് സെക്ഷൻ 92 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ആണ്. അതായത് ഈ 2 സെക്ഷനുകൾ പഠിക്കും. ഞാൻ പറയുന്ന സെക്ഷനുകളൊക്കെ എന്തായാലും പഠിച്ചു പോകണം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ സെക്ഷൻ 91 പറയുന്നത് ബൈ നോൺ ആക്സെപ്റ്റൻസ് മുഖേന ഡിസോണർ ആവുന്നതിനെ കുറിച്ചും 92 പറയുന്നത് നോൺ പേയ്മെന്റ് ആയിട്ട് ഡിസോണർ ആവുന്നതിനെ കുറിച്ചാണ്. നോൺ ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു ബില്ല് റെഡിയാക്കണം. ആ ബില്ല് റെഡിയാക്കുന്നത് ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റർ റെഡിയാക്കിയ ബില്ലിനെ ഡെപ്റ്റർ എന്ത് ചെയ്യണം? ആക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു ഡേറ്റ് ഒക്കെ വെച്ചിട്ട് ക്രെഡിറ്റർ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഡെപ്റ്റർ വേണേ എനിക്ക് ആ ഡേറ്റിലൊന്നും ചെയ്യാനൊന്നും പറ്റില്ല, ഞാൻ ഇത് ആക്സെപ്റ്റ് ചെയ്യില്ല. ആക്സെപ്റ്റ് ചെയ്യാത്ത ബില്ല് എന്താണ്? ഡ്രാഫ്റ്റ് ബില്ല്. അങ്ങനെ ആ ഡ്രാഫ്റ്റ് ആയി മാറുന്ന ബില്ലാണ് നോൺ ആക്സെപ്റ്റൻസ് മുഖേന ഡിസോണർ ആകുന്നത്. അതിനെയാണ് സെക്ഷൻ 91 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ പറയുന്ന നോൺ ആക്സെപ്റ്റൻസ്. നോൺ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സെപ്റ്റ് ഒക്കെ ചെയ്തു, എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്തതിനു ശേഷം ഈ ആക്സെപ്റ്റർ ആ ഡ്യൂ ഡേറ്റിൽ പേയ്മെന്റുകൾ നടത്താതെ വന്നു കഴിഞ്ഞാലും എന്താണ്? ബില്ല് ഡിസോണർ ആവും. ഡ്യൂ ഡേറ്റ്സും ഡ്യൂ ഡേറ്റും ഡേറ്റ്സ് ഓഫ് ഗ്രേസും എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടും പേയ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ സെക്ഷൻ 92 പ്രകാരം നോൺ പേയ്മെന്റ് ആണ്. അതാണ് ഡിസോണറിംഗ് ഓഫ് ദ ബില്ലിലെ നോൺ പേയ്മെന്റ് എന്ന് പറയുന്നത്. വെൻ ഡ്രോയി refuses to accept bill drawn by the drawer, the bill is said to have been dishonored by non-acceptance. When drawee refuses to accept bill drawn by the drawer, the bill is said to have been dishonored by non-acceptance. അപ്പൊ നോൺ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ബില്ല് ഡ്രോൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ കൊടുക്കും, ആ സമയത്ത് അക്സെപ്റ്റ് ചെയ്യാത്തതാണ് നോൺ അക്സെപ്റ്റൻസ് മുഖേന ഡിസോണർ ആവുന്നത്. സെക്ഷൻ 91. When the acceptor fails to pay the amount of the bills on due date, it is said to have been dishonored by non-payment. Non-payment ആയിട്ട് acceptor പൈസ ഒന്നും കൊടുക്കാതെ നോൺ പേയ്മെന്റ് ആയിട്ട് ആവണമെങ്കിൽ സെക്ഷൻ 92 പ്രകാരമുള്ള നോൺ പേയ്മെന്റ് ആയിട്ടുള്ള ഡിസോണർ ആയി മാറുന്നു. When the bill is dishonored, the holder can get it noted by the notary public. അതായത് ഹോൾഡർ ആണ് ഇങ്ങനെ ഡിസോണറായി. ഈ 2 ഇങ്ങനെയൊക്കെ കേസ് വരുമ്പോൾ ഡിസോണർ ആവുമ്പോൾ ആരുടെ കയ്യിലാണ് ഈ ബില്ലിരിക്കുന്നത്? ഹോൾഡറുടെ കയ്യിലാണ്. അത് ക്രെഡിറ്റർ ആവും, ക്രെഡിറ്റർ അല്ലാതിരിക്കാം. കാരണം ഇത് ഹോൾഡ് ചെയ്യുന്നത് ആർക്കാണ് പൈസ കിട്ടേണ്ടത്? അയാളായിരിക്കാം. ചിലപ്പോൾ ക്രെഡിറ്റർ തന്നെ ആവണമെന്നില്ല. അപ്പൊ ഹോൾഡർ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. ഇനി ഹോൾഡറിന് ഇല്ല ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്ററിന് എടുക്കാം. അങ്ങനെ ഡിസോണർ ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാല് ആ ഹോൾഡർ എന്താ ചെയ്യാന്ന് വെച്ചാൽ നോട്ടറി പബ്ലിക്കിന്റെ അടുത്ത് പോകും. നോട്ടറി പബ്ലിക്കിന്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് ഫസ്റ്റ് നോട്ടറി പബ്ലിക്കിന് എന്തെങ്കിലുമൊക്കെ ചാർജ് ഒക്കെ വരുമ്പോൾ, നോട്ടറി ചാർജ് എന്നുള്ള ചാർജ് അല്ല, നമ്മള് നോട്ടറി പബ്ലിക്കിനെ കാണുമ്പോൾ എന്തെങ്കിലും ബാക്കി ഫീസ് കൊടുക്കുമല്ലോ, അങ്ങനെയൊക്കെ കൊടുക്കുന്നത് ആദ്യമായിട്ട് കൊടുക്കുന്നത് ഹോൾഡർ തന്നെയാണ്. കാരണം ഞാനാണ് ഇപ്പൊ ഹോൾഡറെങ്കിൽ ഞാൻ ചെയ്ത നോട്ടറി പബ്ലിക്കിനെ കണ്ടിട്ട് പറയാണ്, എനിക്ക് ഇത് ഡിസോണർ ആയ ബില്ലാണ്, ഇനി ഡെറ്റർ കാശ് തന്നതിന് ശേഷം നിങ്ങൾക്ക് കാശ് തരുള്ളൂ എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കാൻ പോകില്ല. അപ്പൊ ഫസ്റ്റ് ചാർജ് ആരാണ് കൊടുക്കാൻ വെച്ചത്? ഹോൾഡർ തന്നെയാണ് കൊടുക്കുക. When the bill is dishonored, the holder can get it noted by the notary public. The notary public on the receipt of the dishonored bill present it against to the acceptor to confirm the dishonor. അതായത് നോട്ടറി പബ്ലിക് ഇത് ഡിസോണർ ബില്ല് പ്രസന്റ് ചെയ്യും. ആർക്ക്? ആക്സെപ്റ്റർ എടുത്ത് പ്രസന്റ് ചെയ്തിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് റെസിപ്റ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യും. After confirm the same, he makes an official entry in the dishonoring the bill and his register.
അതായത് നമ്മൾ അതിന് കൺഫേം ആയി കഴിഞ്ഞാൽ അയാളുടെ രജിസ്റ്റർ ഉണ്ട്, ആ രജിസ്റ്ററിൽ നോട്ട് എഴുതി സൂക്ഷിക്കും. അതിനെയാണ് നമ്മൾ നോട്ടിംഗ് എന്ന് പറയുന്നത്. After confirm the same, he makes an official entry the dishonoring the bill and in his register. It is called noting. Section 99 of Negotiable Instrument Act. Noting എന്താണ് സെക്ഷൻ 99ലാണ് പറയുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ സെക്ഷൻ 99ലാണ് നോട്ടിംഗ് പറയുന്നത്. സെക്ഷൻ 99. A formal certificate of dishonor issued by the notary public to the holder is called protest. ഈ നോട്ടിംഗ് എന്ന് പറയുന്ന സെക്ഷൻ 99 ആണ്. അതുപോലെ തന്നെ ഒരു ഡിസോണർ ആയി കഴിഞ്ഞാൽ ഒരു ഫോർമൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും നോട്ടറി പബ്ലിക്. നോട്ടറി പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന ആ സർട്ടിഫിക്കറ്റ് ആണ് പ്രൊട്ടസ്റ്റ് എന്നാണ് പറയുക. അത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് സെക്ഷൻ 100ലാണ് പറയുന്നത്. എ ഫോർമൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിസോണർ ഈസ് ഇഷ്യൂഡ് ബൈ ദ നോട്ടറി പബ്ലിക് ടു ദ ഹോൾഡർ. ഹോൾഡർക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഇതായി ഡിസോണർ ആയി പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ സർട്ടിഫിക്കറ്റിനെ പറയുന്ന പേരാണ് പ്രൊട്ടസ്റ്റ്. അത് സെക്ഷൻ 100ലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫീസ് ചാർജ്ഡ് ബൈ ദ നോട്ടറി പബ്ലിക് ഫോർ ഹിസ് സർവീസ് ഇസ് കോൾഡ് നോട്ടിംഗ് ചാർജ്. ഇതിന് ഫീസ് വരുമല്ലോ, ആ ഫീസിന് പറയുന്ന പേരാണ് നോട്ടിംഗ് ചാർജ് എന്നാണ് പറയുന്നത്. ഫീസ് ചാർജ്ഡ് ബൈ ദ നോട്ടറി പബ്ലിക് ഫോർ ഹിസ് സർവീസ് ചാർജ് കോൾഡ് നോട്ടിംഗ് ചാർജ്. ഇറ്റ് ഈസ് ദ പെനാൽറ്റി ചാർജ് ഫോർ ഡിസോണറിംഗ് ബിൽ. ഡിസോണറിംഗ് ബില്ലിന്റെ ഒരു പെനാൽറ്റി ചാർജ് ആണ് നോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പെനാൽറ്റി ചാർജ് ഫോർ ഡിസോണറിംഗ് ദ ബിൽ. ദ ഡെക്ടർ ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു പേ ദ നോട്ടിംഗ് ചാർജ്. ഡെക്ടർ ആണ് നോട്ടിംഗ് ചാർജ് കൊടുക്കാൻ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ആളും. പക്ഷെ ഫസ്റ്റ് തന്നെ ഒരു നോട്ടറിനെ കണ്ട് ഫസ്റ്റ് എന്തെങ്കിലും ചാർജ് കൊടുക്കുകയുണ്ടെങ്കിൽ കൊടുക്കുന്നത് ആരായിരിക്കും എന്ന് വെച്ചാൽ അത് ക്രെഡിറ്റർ തന്നെയായിരിക്കും, ഹോൾഡർ ആയിരിക്കും. പക്ഷെ ഇത് ആരിൽ നിന്ന് ഈടാക്കും? അത് നമ്മൾ ആക്സെപ്റ്ററുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഡെക്ടറുടെ കയ്യിൽ നിന്ന് ഈടാക്കി എടുക്കും. അപ്പൊ അതിന്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം മുഴുവനായിട്ടുള്ളത് ആർക്കാണ് നോട്ടിംഗ് ചാർജിന്റെ? അത് ഡെക്ടർക്ക് തന്നെയാണ്. നോട്ടിംഗ് ചാർജസ് ബോൺ ബൈ ദ ആക്സെപ്റ്റർ ഓഫ് ദ ബില്ല്. നോട്ടിംഗ് അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോട്ടിംഗ് ചാർജസ് ബോൺ ബൈ ദ ആക്സെപ്റ്റർ ഓഫ് ദി ബില്ല്. ആരാണ് നോട്ടിംഗ് ചാർജ് ബോൺ ചെയ്യുന്നത്? അത് ആക്സെപ്റ്റർ ഓഫ് ദ ബില്ലാണ്. നോട്ടിംഗ് ഈസ് കമ്പൽസറി ഇൻ കേസ് ഓഫ് ഫോറിൻ ബിൽസ് ബട്ട് ഈസ് ഓപ്ഷണൽ ഫോർ ഇൻലാൻഡ് ബില്ല്. ഇൻലാൻഡ് ബില്ലുകൾക്ക് അത് ഓപ്ഷണലും ഫോറിൻ ബില്ലുകൾക്ക് കമ്പൽസറിയുമാണ്. അപ്പൊ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫോറിൻ ബില്ലിന് എന്താണ് കമ്പൽസറി ആണ് നോട്ടിംഗ്, ഇൻലാൻഡ് ബില്ലിന് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടെങ്കിൽ ചെയ്യണ്ട. പക്ഷെ ഫോറിൻ ബില്ലിന് എന്തായാലും നോട്ടിംഗ് കമ്പൽസറി ആണ്. If an acceptor of a bill or the maker of a promissory note becomes insolvent, the bill of exchange or promissory note should be treated as dishonored. If an acceptor of a bill or the maker of a promissory note becomes insolvent, the bill of exchange or promissory note should be treated as dishonored. അതായത് നമ്മളുടെ ആക്സെപ്റ്റർ അല്ലെങ്കിൽ ബില്ലിന്റെ അതായത് ബില്ലിന്റെ ആക്സെപ്റ്ററും അതുപോലെ പ്രോമിസറി നോട്ടിന്റെ മേക്കറും രണ്ടും എന്താണ് ഡെക്ടറാണ്. പ്രോമിസറി നോട്ടിന്റെ മേക്ക് ചെയ്യുന്നത് ഡെക്ടറും അതുപോലെ ബില്ലിന്റെ ആക്സെപ്റ്റർ എന്ന് പറയുന്നത് ഡെക്ടറും. ഇവര് ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞാൽ അത് ഡിസോണർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇഫ് എൻ ആക്സെപ്റ്റർ ഓഫ് എ ബിൽ ഓർ ദ മേക്കർ ഓഫ് എ പ്രോമിസറി നോട്ട് ബിക്കംസ് ഇൻസോൾവെന്റ്, ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ പ്രോമിസറി നോട്ട് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഡിസോണർഡ്. ഇനി ഹുണ്ടി എന്ന് പറഞ്ഞാല് വെർണാക്കുലർ ലാംഗ്വേജിലെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതപ്പെടുന്നതിനാണ് ഹുണ്ടീസ് എന്ന് പറയുന്നത്. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ഇൻ വെർണാക്കുലർ ലാംഗ്വേജ് ഇസ് കോൾഡ് ഹുണ്ടീസ്. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോൺ ഇൻ വെർണാക്കുലർ ലാംഗ്വേജ് ഇസ് കോൾഡ് ഹുണ്ടീസ്. അപ്പൊ നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇതോടുകൂടി കഴിഞ്ഞു. നമുക്ക് ഇനി അടുത്ത ക്ലാസ് ഇന്ന് തന്നെ അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. നമുക്ക് എന്തായാലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ എല്ലാ വീഡിയോസും ഇന്ന് നാളെയായിട്ട് നമുക്ക് ഫുൾ അപ്ലോഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച ടൈം ടേബിൾ അനുസരിച്ചുള്ള നമ്മുടെ ക്ലാസ്സുകൾ നീങ്ങുള്ളൂ. അപ്പൊ ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഡേ കാണാം. ബൈ, താങ്ക് യു.